Hello friends, now we can discuss about the topic limitations of HR planning. What are the limitations of HR planning? Limitations are also known as demerits or disadvantages of HR planning. Then we can explain the topic limitations of HR planning. The first limitation is HR planning is inaccurate in nature. What is inaccuracy? HR planning is always based on future. So HR planning is based on the planning of human resources for the future. Future is uncertain. No one can predict the future. So it is inaccurate in nature. നമുക്കറിയാം ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് നടത്തുന്നത്. അപ്പൊ HR പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് എത്രമാത്രം മെൻ പവർ റിക്വയർമെന്റ്സ് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ ആ മെൻ പവർ റിക്വയർമെന്റ്സ് അറിയാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് HR പ്ലാനിങ്. ഈ HR പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്കാണ്. പക്ഷെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. വി കാൻ പ്രഡിക്റ്റ് അബൌട്ട് ഫ്യൂച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനാക്യുറസി ഇതിന്റെ ഒരു നേച്ചറാണ്. Then the next one, resistance from workers. HR planning brings resistance from workers. വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്ന് റെസിസ്റ്റൻസ് കൂടുതലാണ് HR പ്ലാനിങ്ങിന്. അതായത് വർക്കേഴ്സ് വിശ്വസിക്കുന്നത് ഇതാണ്, ഇങ്ങനെ ഒരു HR പ്ലാനിങ് കൊണ്ടുവരുമ്പോൾ ഒരുപാട് കൺട്രോള് റെഗുലേഷൻസ് അവരുടെ മേൽ കൊണ്ടുവരുന്ന പോലെയാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അത് മാനേജ്മെന്റ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ മാക്സിമം അവരുടെ മേല് ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു HR പ്ലാനിങ് ചെയ്യുന്നത്. കാരണം HR പ്ലാനിങ് വഴി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ അല്ലെ റിക്രൂട്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ HR പ്ലാനിങ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു HR പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ആക്യുറേസി കൊണ്ടുവരാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വർക്കേഴ്സ് വിചാരിക്കുന്നത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഈ HR പ്ലാനിങ്. അതുകൊണ്ട് വർക്കേഴ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. Then the third one is lack of support from top management. We have already learned that ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് ദ ഡിപ്പാർട്ട്മെന്റൽ, നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റൽ മാനേജറാണ്. ഈ ഡിപ്പാർട്ട്മെന്റൽ മാനേജർ എവിടെയാണ് ലൈ ചെയ്യുന്നത്? അതായത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ് അല്ലെ, ഫങ്ഷണൽ ലെവലിലാണ് വരുന്നത് അവര്. അപ്പോൾ അവർക്ക് എപ്പോഴും അവരെ ഒരു മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അപ്പൊ ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് അവർക്ക് വേണ്ടത്ര സപ്പോർട്ടുകൾ ഇതിന് കൊടുക്കാറില്ല. നമുക്കറിയാം ഒരു ഓൾറെഡി ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലെവൽസ് ഓഫ് മാനേജ്മെന്റില് മിഡിൽ ലെവലിലാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ നിന്ന് വേണ്ടത്ര ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടണമെന്നില്ല. Then the next limitation is difficulty in integration. It is difficult to integrate HR plan with other human resource function. അല്ലെ, നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് HR പ്ലാനിങ് ആണ്. ഈ HR പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഓൾ അതർ ഫങ്ഷൻസും നമ്മൾ പെർഫോം ചെയ്യണേ. പക്ഷെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പ്ലാനിങ് ആയിട്ട് തന്നെ റിമൈൻഡ് ചെയ്യാറാണ് ഇരിക്കുക. അത് അങ്ങനെ തന്നെ അത് അവശേഷിക്കും. അല്ലാതെ അതുവഴി നമുക്ക് പ്രത്യേകിച്ച് പലപ്പോഴും അതൊന്നും അച്ചീവ് ചെയ്യാനായിട്ടൊന്നും തന്നെ പറ്റാറില്ല അല്ലെ. അപ്പൊ നമ്മൾ HR പ്ലാനിങ് ബേസ് ചെയ്തിട്ടാണ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ ചെയ്യുക. പക്ഷെ അത് ചെയ്യാൻ പലപ്പോഴും നമുക്ക് ആ പ്ലാനിങ് അനുസരിച്ച് സാധിക്കാറില്ല. Then the next limitation is difficulties in implementation and റിവിഷൻ അല്ലെ. ഡിഫിക്കൽട്ടി, അതായത് ഈ HR പ്ലാനിങ് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രോസസ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് HRP. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനും അത് ഇടയ്ക്കിടെ റിവൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് HR പ്ലാനിങ്. The first limitation of HR planning is inaccuracy. HR planning is made for future. Future is uncertain. No one can predict the future. Resistance from workers. Workers believes that it brings a lot of regulations and rules among workers, and also it's a part of exploitation.
Then the next one is lack of support from top management. HR department is lies under the departmental level, that is middle level. So support from top management is limited. The next one is difficulty in integration. It is very difficult to integrate HR planning with other functions. Then the last one, in the implementation of HR planning and the revision of HR planning involves a lot of procedures or steps. So these are the limitations of HR planning.